നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കേരളത്തെ നടുക്കിയ പാലക്കാട് നെന്മാറ ഇരട്ടക്കൊലക്കേസിൽ പ്രതി പോത്തുണ്ടി തിരുത്തപ്പാടം ചെന്താമര കുറ്റക്കാരനെന്ന് പാലക്കാട് ജില്ലാ അഡീഷണൽ ജഡ്ജി കൊന്നത്ത് ജോർജാണ് വിധി പ്രസ്താവിച്ചിരിക്കുന്നത്. ശിക്ഷാവിധി പിന്നീട് പറയും. നെന്മാറ പോത്തുണ്ടി തിരുത്തപ്പാടം ബോയൻ കോളനിയിൽ സുധാകരൻ, അമ്മ ലക്ഷ്മി എന്നിവരെ വെട്ടിക്കൊലപ്പെടുത്തിയ കേസിലാണ് വിധി. 2025 ജാനുവരി 27 അതിദാരുണമായ സംഭവം. അയൽവാസിയായിരുന്ന സജിതയെ കൊന്ന് ജയിലിൽ പോയ ചെന്താമര ജാമ്യത്തിലിറങ്ങിയ ശേഷമാണ് സജിതയുടെ ഭർത്താവ് സുധാകരനെയും അമ്മ ലക്ഷ്മിയെയും കൊലപ്പെടുത്തിയത്. ചെന്താമരയുടെ ഭാര്യ പിരിഞ്ഞു പോവാൻ കാരണം സജിതയും കുടുംബവുമാണെന്ന് ആരോപിച്ചായിരുന്നു ആക്രമണം. സജിതയോടുള്ള വൈരാഗ്യം വീട്ടുകാരോട് വെച്ചു പുലർത്തിയതാണ് സുധാകരന്റെയും ലക്ഷ്മിയുടെയും കൊലപാതകത്തിലെത്തിയത്. സുധാകരന്റെ ഭാര്യ സജിതയെ 2019 വെട്ടിക്കൊലപ്പെടുത്തിയ കേസിൽ ചെന്താമരയ്ക്ക് കോടതി നേരത്തെ ഇരട്ട ജീവപര്യന്തവും പിഴയും വിധിച്ചിരുന്നു. രണ്ടാമത്തെ കൊലപാതകത്തിന് ശേഷം കൊടും ക്രൂരനായ ചെന്താമര എന്ന കൊലയാളി ഒളിവിലിരിക്കെ പിടിയിലായി. അന്ന് ചെന്താമരയെ പിടികൂടി പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചപ്പോൾ പറഞ്ഞതിങ്ങനെ: വിശക്കുന്നുണ്ട്, 2 ദിവസമായി ഭക്ഷണം കഴിച്ചിട്ട് കോഴിയിറച്ചി കൂട്ടി ചോറ് വേണമെന്നായിരുന്നു ഇയാളുടെ ആവശ്യം. ചെന്താമരയ്ക്ക് പോലീസ് അത് സാധിച്ചു കൊടുക്കുകയും ചെയ്തു. ജാനുവരി 28 രാത്രി 11ഓടെ പോത്തുണ്ടി മട്ടായി വനമേഖലയിൽ നിന്നാണ് ചെന്താമരയെ പോലീസ് കസ്റ്റഡിയിലെടുത്തത്. കൊലപാതകത്തിന് ഉപയോഗിച്ച കത്തി വാങ്ങിയ എലവഞ്ചേരിയിൽ ഫെബ്രുവരി 5 തെളിവെടുപ്പ് നടത്തി. തുടർന്ന് ഫെബ്രുവരി 18 ചെന്താമരയുടെ മുൻ കൊലക്കേസിലെ ജാമ്യം കോടതി റദ്ദാക്കി. ആദ്യ കൊലക്കേസിൽ കുറ്റപത്രം വൈകിച്ചതിൽ പോലീസിന് ഗുരുതരമായ വീഴ്ചയുണ്ടായതായാണ് വീണ്ടും കൊലയ്ക്ക് വഴിയൊരുക്കിയത്. ചെന്താമര പുറത്തിറങ്ങിയാൽ തങ്ങൾ കൊല്ലപ്പെടുമെന്ന് പിന്നീട് കൊല്ലപ്പെട്ട പോലീസിന്റെ പരാതിപ്പെട്ടപ്പോഴും പോലീസ് അത് മുഖവിലക്കെടുത്തില്ല. രണ്ടാമത്തെ ഇരട്ട കൊലപാതകം വലിയ ജനരോഷത്തിനും കാരണമായിരുന്നു. സജിത വധക്കേസ് വിചാരണ വേളയിൽ ചെന്താമരയ്ക്ക് മാനസിക രോഗമുണ്ടായിരുന്നു എന്നായിരുന്നു അയാളുടെ അഭിഭാഷകന്റെ വാദം. എന്നാൽ ചെന്താമരയ്ക്ക് മാനസിക പ്രശ്നങ്ങളില്ലെന്നും ഇയാൾ കുറ്റവാസനയുള്ള ആളാണെന്നും കോടതി കണ്ടെത്തിയിരുന്നു. ചെന്താമരയുടെ മാനസിക നില ശരിയല്ലെന്ന പ്രതിഭാഗം അഭിഭാഷകന്റെ വാദം തള്ളിയായിരുന്നു കോടതിയുടെ നിരീക്ഷണം. ചെന്താമരയുടെ മാനസിക ശാരീരിക നിലകളെപ്പറ്റി ജില്ലാ പ്രൊബേഷൻ ഓഫീസർ നൽകിയ റിപ്പോർട്ടിലാണ് കേസിൽ നിർണായകമായത്. കേസ് അപൂർവങ്ങളിൽ അപൂർവമല്ലെന്ന് കോടതി ചെന്താമര മാനസിക സ്ഥിരതയുള്ള ആളാണെന്നും ശാരീരികമായ ആരോഗ്യവാനാണെന്നും റിപ്പോർട്ടിൽ പറയുന്നു. അതേസമയം ഇയാൾ കടുത്ത അന്ധവിശ്വാസിയുമാണ്. ജയിലിൽ ചെന്താമര സഹതടവുകാരുമായി സഹകരണമോ ഇടപെടലോ ഇല്ലാതെയാണ് കഴിഞ്ഞത്. കുറ്റവാസനയുള്ള ചെന്താമര ഇനിയും കുറ്റകൃത്യങ്ങൾ ചെയ്യാനുള്ള സാധ്യത ഏറെയാണെന്നും അയാളെ ഭയന്ന് പലരും ബോയൻ കോളനിയിൽ നിന്ന് താമസം മാറിപ്പോയെന്നും റിപ്പോർട്ടിൽ പറയുന്നു. ഈ നിലയിൽ ഇരട്ടക്കൊലക്കേസിൽ ചെന്താമരയ്ക്ക് വധശിക്ഷ നൽകാനാണ് സാഹചര്യ തെളിവുകളും സാധ്യതയും. ഇരുവരെയും കൊലപ്പെടുത്തിയ ശേഷം ഒളിവിൽ പോയ ചെന്താമരയെ കാടും മലയും പുഴയും താണ്ടിയുള്ള പരിശോധനകൾക്കൊടുവിലാണ് പിടികൂടിയത്. 2 പേരെ കൂടി കൊലപ്പെടുത്താനുള്ള ഒരുക്കത്തിലായിരുന്നു പ്രതി. കേസിൽ പോലീസിന്റെ ഭാഗത്ത് ഗുരുതര വീഴ്ചയുണ്ടായെന്ന ജില്ലാ പോലീസ് മേധാവി അജിത് കുമാറിന്റെ റിപ്പോർട്ടിനെ തുടർന്ന് നെന്മാറ സ്റ്റേഷൻ ഇൻസ്പെക്ടറെ സസ്പെൻഡ് ചെയ്തിരുന്നു. ചെന്താമര നെന്മാറ പഞ്ചായത്തിൽ പ്രവേശിക്കരുതെന്ന ജാമ്യവ്യവസ്ഥ ലംഘിച്ചിട്ടും കോടതിയെ അറിയിച്ചില്ലെന്നും പ്രതിയിൽ നിന്ന് ഭീഷണിയുണ്ടെന്ന വീട്ടുകാരുടെ പുതിയ പരാതി ഗൗരവത്തിലെടുത്തില്ലെന്നും ADGPക്ക് നൽകിയ റിപ്പോർട്ടിൽ ജില്ലാ പോലീസ് മേധാവി വ്യക്തമാക്കിയിരുന്നു. അറസ്റ്റിലായപ്പോൾ ഒരു പതർച്ചയുമില്ലാതെയാണ് പ്രതി മൊഴി നൽകിയത്. ഇരട്ട കൊലക്കേസിൽ മാർച്ച് 3 കേസിലെ പ്രധാന സാക്ഷികളുടെ രഹസ്യമൊഴി ചിറ്റൂർ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി രേഖപ്പെടുത്തി. മാർച്ച് 25 പോലീസ് 480 പേജുള്ള കുറ്റപത്രം സമർപ്പിച്ചു. 132 സാക്ഷികൾ, 30-ലധികം രേഖകൾ, ഫോറൻസിക് പരിശോധനാ ഫലം ഉൾപ്പെടെയുള്ള ശാസ്ത്രീയ തെളിവുകൾ എന്നിവയാണ് പ്രോസിക്യൂഷൻ കോടതിയിൽ ഹാജരാക്കിയത്. ഫെബ്രുവരി 23 മുതൽ മെയ് 6 വരെയായിരുന്നു വിചാരണ. കേസിൽ വിസ്തരിച്ച സാക്ഷികളിൽ 4 പേർ കൂറുമാറിയിരുന്നു.